إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بارك الله فيكم يا أيها الناس أوصيكم بتقوى الله ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവ് ബലാഇന്റെ സ്ഥലമാണ്, അല്ലേ? അദ്ദുനിയ ദാറുൽ ഇബ്തിലാ, ദുനിയാവിലെ പരീക്ഷണങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ദാറുസ്സലാം ആഖിറത്തിലാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു ക്ഷണിക്കുന്നത് സ്വർഗ്ഗത്തിലേക്കാണ്, സമാധാനത്തിന്റെ നാട് അവിടെയാണ്. ഇവിടെ എപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകും. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ. അല്ലാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എക്കാലഘട്ടത്തിലും അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഏൽക്കേണ്ടി വന്നത് ഏറ്റവും നല്ല ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൻ നാസി അശദ്ദു ബലാഅൻ, ആരാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെട്ടിട്ടുള്ളത്, ബലാഅ് ഏൽക്കപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാ സുമ്മ അൽ അംസൽ ഫൽ അംസൽ, അംബിയാക്കളാണ്, പിന്നെ അവരെ പോലെയുള്ളവരാണ്, പിന്നെ അവരെ പോലെയുള്ളവരാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയൊരു ബലാ ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങൾക്കും നബി തങ്ങളുടെ കുടുംബത്തിനും മുഅ്മിനീങ്ങൾക്ക് ഒന്നടങ്കം ഖിയാമത്ത് നാൾ വരുന്ന ജനങ്ങളെ മുഴുവനും ഉണ്ടാക്കിയ ഒരു വലിയൊരു ബലാ, അല്ലാഹു തആല നമ്മളെ പരീക്ഷിച്ച ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചാൽ, യാത്ര പോകാൻ തീരുമാനിച്ചാൽ അവിടെ നിന്ന് ഭാര്യമാരെ നറുക്കിട്ട് ഒരാളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ഒരു യുദ്ധത്തിന്റെ വേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ നറുക്കിട്ട് കൊണ്ടുപോയി. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് വരുന്ന വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും മദീന എത്താറാവുമ്പോൾ അവരെന്ത് ചെയ്തു? രാത്രി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തമ്പടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്ത് ചെയ്തു? അവിടെ ഒട്ടക കട്ടിലായിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നത്. ഹിജാബ് ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഈ സംഭവം. അപ്പൊ ഈ ഒട്ടക കട്ടിലിന്റെ ഉള്ളിലായിരുന്ന ഞാൻ എന്നെ ആളുകൾ കാണുമായിരുന്നില്ല. അങ്ങനെ അവിടെ നമ്മൾ തമ്പടിച്ചു. രാത്രി ഇരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ദൂരം പോയി. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി പറയാണ്, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സ്
വെറും 12 വയസ്സായിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫലമ്മ ഖദൈതു മിൻ ശഅനി, ഞാൻ എൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം വിദൂരത്തു നിന്ന് വരികയാണ്. വന്നപ്പോൾ എൻ്റെ നെഞ്ഞിൽ എൻ്റെ മാല കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും തിരിച്ച് ആ മാലയും തപ്പി പിന്നെയും പോയി. അങ്ങനെ കുറെ സമയം അവിടെ ചെലവഴിച്ചു, മാല കിട്ടിയില്ല. തിരിച്ച് പിന്നെ ഈ സൈന്യത്തിന്റെ അടുക്കൽ വന്നപ്പോൾ സൈന്യം ആരുമില്ല. എല്ലാവരും എന്തെങ്കിലും യാത്ര തുടങ്ങി മുന്നോട്ട് പോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അന്ന് എനിക്ക് ചെറിയ വെയിറ്റേ ഉള്ളൂ, മാംസങ്ങളൊന്നും പിടിച്ചിട്ടില്ല ശരീരത്തിന്. അതുകൊണ്ട് അവർക്ക് അറിഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്തു, ഒട്ടകക്കട്ടിലെടുത്തു, ഒട്ടകത്തിൽ കയറ്റി അവർ കൊണ്ടുപോയി. അവർക്ക് അറിഞ്ഞിട്ടില്ല ഇതിനുള്ളിൽ ആളില്ല എന്നുള്ളത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു തണലിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തു. അവിടെ പിന്നെ അവരെന്ത് ചെയ്യും, അവരെന്നെ കാണാതായപ്പോൾ അവരെന്നെ തേടി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അദ്ദേഹം രാത്രി ലേറ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ സൈന്യത്തിന്റെ പിന്നിൽ വരികയാണ്. കാരണം അദ്ദേഹം ഈ സൈന്യം വിട്ടേച്ചു പോയ കാര്യങ്ങളൊക്കെ പറക്കിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു കറുത്ത രൂപം കാണുമ്പോൾ അദ്ദേഹം അടുത്ത് പോയി നോക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടു, അത്ഭുതപ്പെട്ടു. അദ്ദേഹം അവിടുന്ന് ഒച്ചത്തിൽ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നമ്മുടെ ഉമ്മ പറയാണ്, ഫസ്തൈഖൽതു ബിസ്തിർജാഇഹി ഹീന അറഫനി, അദ്ദേഹത്തിന് എന്നെ മനസ്സിലായപ്പോൾ ഞാൻ ആ ഇസ്തിർജാ കേട്ടു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് കേട്ടു. ഞാൻ ആ ഉറക്കത്തിൽ നിന്ന് നെട്ടി എണീറ്റു. എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ ഫഖമ്മതു വജ്ഹി ബിജിൽബാബി, ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മുഖം എൻ്റെ ജിൽബാബ് കൊണ്ട് ഞാൻ മറച്ചു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, വല്ലാഹി മാ യുകല്ലിമുനി കലിമതൻ, അല്ലാഹുവാണ് സത്യം, അദ്ദേഹം ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഈ പറഞ്ഞ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുകയും. സുബ്ഹാനല്ലാഹ്, നോക്ക് അവരുടെ ബറാഅ നോക്ക്, അവർ എത്ര സൂക്ഷ്മത പാലിക്കുന്നു നോക്ക്. അവർക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട്, എവിടെയായിരുന്നു, എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടത് എന്നൊക്കെ അവർക്ക് ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു വാക്ക് അദ്ദേഹം ഉണ്ടിയിട്ടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹക്ക് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനയിലേക്ക് തിരിച്ചു വരുന്നതാണ് ഖൈർ. അവിടെ ഒറ്റപ്പെട്ട് ആരും അറിയാതെ വീണ്ടും ഹലാക്കിലാകുന്നതിനേക്കാളും എന്ന് പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടാൻ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു, അവിടുന്ന് വന്നു. എന്നിട്ട് നട്ടുച്ച നേരത്തെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ പിന്നെ ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റി കൊണ്ടുവരുന്നത് കണ്ടപ്പോ ചില ആളുകൾ, ഹൃദയത്തിൽ രോഗം പിടിച്ച ആളുകൾ എന്ത് ചെയ്തു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചാരിത്ര്യ ശുദ്ധിയിൽ അവർ തോണ്ടി നോക്കി, അവർ കൈയിട്ടു, അവർ ഇല്ലാത്തത് പറഞ്ഞു ഉണ്ടാക്കി. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ചീത്ത വാർത്തകൾ നാട്ടിൽ പ്രചരിപ്പിച്ചു. അതിന് ചുക്കാൻ പിടിച്ചത്, അതിന്റെ മൂക്കുകയർ പിടിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖായ യഹൂദിയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത്. അങ്ങനെ മുനാഫിഖീങ്ങൾ ഒന്നടങ്കം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ മോശമായ വാർത്തകൾ നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്, അവരുടെ ജോലി അതാണ്. അങ്ങനെ ആ വാർത്തകൾ കേട്ട് ചില മുഅ്മിനീങ്ങൾ പോലും എന്ത് ചെയ്തു, അതിൽ പെട്ടുപോയി എന്നുള്ളത് സങ്കടകരമാണ്. അങ്ങനെ എന്ത് ചെയ്തു, ആളുകൾ പറഞ്ഞു നടക്കുമ്പോൾ ആമത്തുൽ മുഅ്മിനീങ്ങളുടെ പൊതുവായ ആളുകൾ എല്ലാവരും പറഞ്ഞു, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, ഇത് വലിയൊരു അപരാധമാണ് പറഞ്ഞു വരുത്തുന്നത്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമുക്ക് ഖൈറല്ലാതെ അറിയുകയില്ല എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങൾ പരസ്പരം പറയുമ്പോൾ ഈ മുനാഫിഖീങ്ങൾ ഇതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഉമ്മ തുടരുകയാണ്, പറയുകയാണ്, ഫഖദിംനൽ മദീനത ഫഷ്തകൈതു ഹീന ഖദിംനൽ മദീന, ഞാൻ മദീനത്ത് എത്തിയപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, നല്ലോണം രോഗം ബാധിച്ചു. 1 മാസത്തോളം എനിക്ക് വല്ലാത്ത പനിയാണ്, സുഖമില്ല. അങ്ങനെ എന്ത് ചെയ്തു, ആ രോഗം ബാധിച്ചത് കൊണ്ട് അവിടെ തന്നെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഒന്നും അറിയില്ല, പുറത്ത് നടക്കുന്ന ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹക്ക് അറിയില്ല. എന്തല്ലാതെ ജീവന്റെ ജീവനായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹായിളായിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അവിടെ തന്നെ വായ വെച്ച് കുടിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു ഇറച്ചി കഷ്ണം കടിച്ചാൽ അവിടെ തന്നെ കടിക്കുന്ന അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന, ഒപ്പം യാത്ര പോകുമ്പോൾ ഒരുമിച്ച് റണ്ണിംഗ് റേസ് വരെ കളിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം മാത്രം കാണാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ ഒരു മാസം എനിക്ക് അതല്ലാതെ വേറൊരു സംശയം എനിക്ക് തോന്നിയിട്ടില്ല, എന്റെ ഹബീബിന്റെ സ്നേഹം മാത്രം എനിക്ക് കിട്ടുന്നില്ല, എന്റെ ഹബീബ് എന്റെ അടുക്കൽ വന്ന് ഇരിക്കുന്ന കൂടിയില്ല എന്നല്ലാതെ വേറൊരു സംശയം എനിക്ക് ഒരു മാസമായിട്ട് തോന്നിയിട്ടില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് കുറച്ച് രോഗം ഭേദമായി. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മു മുസ്തഹിനൊപ്പം കുറച്ച് ദൂരം
പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഉമ്മു മിസ്തഹ് അവിടുന്ന് പറഞ്ഞു, മിസ്തഹ് നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്തിനാണ് മിസ്തഹിനെ നിങ്ങൾ കുറ്റം പറയുന്നത്? നിങ്ങളുടെ മകനും ബദരിയുമായ ആളല്ലേ അദ്ദേഹം, എന്തിനാണ് കുറ്റം പറയുന്നത് ചോദിച്ചപ്പോ പിന്നെ ഉമ്മു മിസ്തഹ് തിരിച്ച് മറുപടി പറയാണ്, നിനക്ക് അറിഞ്ഞിട്ടില്ല അവരെന്ത് പറഞ്ഞത്? ഐ ഹംസ അവലം തസ്മഇ മാ ഖാൽ ഖുൽതു വമാദ, എന്താണ് അവർ പറഞ്ഞത്? ഫഅഖ്ബറത്നി ബിഖൗലി അഹ്ലി അൽ-ഇഫ്ക്, ഇവർ പറഞ്ഞു നടക്കുന്ന വർത്തമാനം അവിടെ മുസ്തഹിന്റെ ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയിക്കുകയാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫസ്തതു മറദൻ അലാ മറദി, ഞാൻ എന്റെ രോഗത്തിന് മേൽ രോഗം വർദ്ധിച്ചു. എനിക്ക് ഈ കാര്യം കേട്ടപ്പോൾ സഹിക്കാനായില്ല, എനിക്ക് കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല. അങ്ങനെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വീട്ടിലേക്ക് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്നിട്ട് സാധാരണ പോലെ കൈഫ തീക്കും, നീ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. പ്രത്യേക സ്നേഹമൊന്നും കാണുന്നില്ല. അങ്ങനെ കൈഫ തീക്കുന്നു ചോദിച്ചപ്പോൾ ഞാൻ നേരെയുണ്ട്, എനിക്ക് എന്റെ ഉപ്പന്റെ ഉമ്മന്റെ അടുക്കൽ ഒന്ന് പോകണം, അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ അനുവാദം കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉപ്പനോട് ഉമ്മയോട് ചോദിച്ച് ഇതൊന്ന് ഉറപ്പ് വരുത്തണം എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ഉമ്മയുടെ ഉപ്പയുടെ അടുക്കൽ പോയി ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, പൊന്നു മോളെ, ഒരു വ്യക്തിക്ക് കുറെ ഭാര്യമാരുണ്ടാവുമ്പോ അതിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഭാര്യക്കാണ് അധികവും ഇങ്ങനെ പ്രശ്നങ്ങൾ വരാറുള്ളത്, നീ സബർ ചെയ്യ് എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നും കൂടി തകർന്നു പോയി. അപ്പൊ ആളുകൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലേ, ഉപ്പക്കും ഉമ്മക്കും ഒരു കാര്യം അറിയാലേ എന്ന് പറഞ്ഞ് ഒരു മാസം ഒന്നും അറിയാത്ത ആയിഷ റളിയല്ലാഹു അൻഹ ഈ വർത്തമാനം കേട്ടപ്പോൾ അന്ന് മുതൽ കരയാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്ത് ചെയ്തു? فقلت سبحان الله وقد تحدث الناس بهذا فبكيت تلك الليلة حتى أصبحت, ഞാൻ അന്ന് രാത്രി മുഴുവനും കരഞ്ഞു. حتى أصبحت لا يرقع لي دمع ولا أكتحل بنوم, എന്റെ കണ്ണുനീര് പറ്റുന്നില്ല, എനിക്ക് ഒരു പോള ഉറങ്ങാൻ പറ്റുന്നില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ കിടന്ന് കരഞ്ഞു. അല്ലെ സുബ്ഹാനല്ലാഹ്, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ ചാരിത്ര ശുദ്ധിയാണ്. അത് തോണ്ടുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അല്ലാഹു തആല അത്രയും കണിശത കാണിച്ചത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫബകീതു തിൽക ലൈല, അന്ന് രാത്രി മുഴുവനും ഞാൻ കരഞ്ഞു. പിറ്റേ ദിവസവും ഞാൻ കരഞ്ഞു. വദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേറൊരു വശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും സഹാബാക്കളോടൊക്കെ അഭിപ്രായം ചോദിക്കാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ കുടുംബാണ്, നമുക്ക് ഖൈറല്ലാതെ അറിയിക്കില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ബരീറയോട് ചോദിച്ചു നോക്കുക, ബരീറയാണ് ആയിഷയുമായി നല്ല ബന്ധമുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഹൈ ബരീറ, ഹൽ റഅയ്തി മിൻ ഷൈഇൻ യുരീബുകി മിൻ ആയിഷ, എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയിൽ എന്തെങ്കിലും സംശയം തോന്നുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ബരീറയോട്, അവിടുത്തെ വേലക്കാരിയായ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ബരീറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒരു സംശയം എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നല്ലാതെ ആ സ്ത്രീ, ആ ചെറുപ്പക്കാരത്തി എന്ത് ചെയ്യും, കുറച്ചു പുട്ട് കുഴച്ച് വെച്ചിട്ട് അവിടുന്ന് ഉറങ്ങിപ്പോകും, അങ്ങനെ കോഴികൾ വന്ന് കുത്തി കൊണ്ടുപോകും എന്നുള്ള നിഷ്കളങ്ക ഒരു സ്വഭാവം അല്ലാതെ എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയിൽ ഒന്നും അറിയില്ല എന്ന് ബരീറ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വബകീതു യൗമി ദാലിക, ഞാൻ അന്നത്തെ ദിവസം മുഴുവനും കരഞ്ഞു, എനിക്ക് ഒരു പോള ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു നേരം എന്റെ കണ്ണുനീര് പറ്റുന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം രാത്രിയും ഞാൻ കരഞ്ഞു, ഒരു നേരം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു തുള്ളി ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഉപ്പയും ഉമ്മയും അബൂബക്കർ റളിയല്ലാഹു അൻഹുയും ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മയും വിചാരിച്ചു, ഇപ്പൊ എന്റെ കരള് പൊട്ടിപ്പോകും ഇങ്ങനെ കരഞ്ഞിട്ട് എന്ന് വിചാരിച്ച് സമാധാനിപ്പിക്കാൻ നോക്കി. അവിടുന്ന് അൻസാരി സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീ എന്ത് ചെയ്തു, വീട്ടിലേക്ക് വരാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ സ്ത്രീ എന്ത് ചെയ്തു, അവര് അനുവാദം ചോദിച്ചു വീട്ടിലേക്ക് കയറാൻ വേണ്ടി. ഞാൻ അവളോട് അനുവാദം കൊടുത്തു, കയറിക്കൂടി എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വാക്ക് സംസാരിക്കാതെ ആ സ്ത്രീ വന്നിരുന്ന് അവളും കരയാ. അവൾക്കറിയാം ഇതിന്റെ പ്രാധാന്യത, ഇതിന്റെ വാല്യൂ അവൾക്കറിയാം. അങ്ങനെ എന്ത് ചെയ്തു, അവരൊക്കെ അവിടെ ഇരുന്ന് കരയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് സലാം പറഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരു മാസക്കാലം എന്റെ അടുക്കൽ ഇരിക്കാത്ത എന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടുക്കൽ വന്നിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ സമാധാനിപ്പിക്കാനുള്ള എന്തെങ്കിലും വാക്കുകൊണ്ടായിരിക്കും വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം, യാ ആയിഷ ഫഇന്നി ഖദ് ബലഗനി അൻകി കദാ വകദാ,
എനിക്ക് നിന്നെ കുറിച്ച് ഇങ്ങനെ വാർത്തകൾ കേട്ടിട്ടുണ്ട്. നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു നിന്നെ എന്ത് ചെയ്യും? നിരപരാധിത്വം നിന്റെ തെളിയിച്ചു തരും. നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു നിന്റെ നിരപരാധിത്വം തെളിയിച്ചു തരും. അല്ല, നിനക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ അത് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നും കൂടി പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ കണ്ണുകൾ അവിടുന്ന് ഐസായി പോയി. എന്റെ കണ്ണിൽ ഒരു തുള്ളി വെള്ളം എനിക്ക് എഴുതാൻ ബാക്കിയില്ല. ലോകത്തുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയും കൂടി അവസാനിച്ചു പോയി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഉപ്പയോട് പറഞ്ഞു, ഉപ്പ എനിക്ക് വേണ്ടി മറുപടി പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഉപ്പ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ എന്താണ് പറയുന്നത്? ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറയും. ഉമ്മ പറഞ്ഞു, ഞാൻ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയേണ്ടത്? അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, എല്ലാവരുടെയും ഹൃദയത്തിൽ ആളുകൾ പറഞ്ഞ് കുത്തി നിറച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ അറിയാം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി പറയാണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന്. അല്ലാഹുവിനെ അറിയാം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാലും നിങ്ങൾ അത് വിശ്വസിക്കൂ. ഇനി ഞാൻ പറയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. അല്ലാഹുവിനെ അറിയാം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാലും നിങ്ങൾ അത് വിശ്വസിക്കൂല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് യൂസുഫ് നബിയുടെ ഉപ്പ പറഞ്ഞതുപോലെ ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. പെട്ടെന്ന് കട്ടിലിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞു, അവിടെ കിടന്നു. ആ സമയത്താണ് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്നത്. നബി തങ്ങളുടെ മുഖത്ത് ഫുള്ള് എന്ത് ചെയ്തു? വിയർപ്പ് നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങി. വഹി ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിരി യാ ആയിഷ, ആയിഷ നീ സന്തോഷ വാർത്ത കൊള്ളുക. അവിടെ പറഞ്ഞതിന് ശേഷം അല്ലാഹു ഫഖദ് ബറഅകി, അല്ലാഹു നിന്റെ എന്ത് കാര്യത്തിൽ ഇതാ പറഞ്ഞു തന്നിട്ടുണ്ട്, നിന്റെ നിരപരാധിത്വം തെളിയിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ഖൂമി ഇലൈഹി, ആയിഷ നീ പെട്ടെന്ന് എണീറ്റ് റസൂലിന്റെ അടുക്കൽ പോകു എന്ന് പറഞ്ഞപ്പോ ഉമ്മയോട് പറഞ്ഞു, വല്ലാഹി ലാ അഖൂമു ഇലൈഹി, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വലാ അഹ്മദു ഇല്ലല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദിക്റുകയുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് പരിപൂർണമായ തവക്കുൽ ഉണ്ടായിരുന്നു, എന്റെ റബ്ബ് എന്നെ വെറുതെ വിടൂല എന്നുള്ളത്, എന്റെ റബ്ബ് എന്നെ സഹായിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്റെ ഈ നിസ്സാരമായ വിഷയത്തിൽ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഓതുന്ന ആയത്തുകൾ ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ട് എന്റെ നിരപരാധിത്വം അല്ലാഹു തആല തെളിയിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞ സൂറത്തുൻ നൂറിലെ 10 ആയത്തുകൾ അല്ലാഹു തആല ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഇറക്കി. ഇന്നല്ലദീന ജാഉ ബിൽ-ഇഫ്കി ഉസ്ബത്തുൻ മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും എന്ന് തുടങ്ങുന്ന 10 ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അല്ലാഹു തആല ഇറക്കി. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയൊരു സംഭവം സൈനബ റളിയല്ലാഹു അൻഹയോട് നബി ചോദിച്ചു, ഭാര്യയോട് നിങ്ങൾക്ക് ആയിഷയുടെ വിഷയത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? നോക്കിയ സ്ത്രീകളാണ് ഇതിൽ അധികം വീഴാറുള്ളത്. അവരാണ് നാവുകൾ സൂക്ഷിക്കാത്തുള്ളത്. സൈനബ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയിൽ നമുക്ക് മാതൃകയുണ്ട്. സൈനബ റളിയല്ലാഹു അൻഹ പറയാണ്, അഹ്മി സമഇ വബസരി, ഞാൻ എന്റെ കണ്ണിനെയും കാതിനെയും ഞാൻ ഇതാ സൂക്ഷിക്കുന്നു, എനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഖൈറല്ലാതെ ഒന്നും പറയാനില്ല എന്ന് പറയാൻ കിട്ടിയ ചാൻസിനെ വെച്ച് എന്ത് പറയാനല്ല. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൈനബ റളിയല്ലാഹു അൻഹയെ മാതൃകയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? വഹി ഇറങ്ങുകയും അങ്ങനെ ആയത്തുകൾ ഇറങ്ങുകയും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു വലിയ സംഭവത്തിൽ കുറേ ഗുണപാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഗുണപാഠം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇന്ന ഫദ്ല ആയിഷ അലാ നിസാഇ കഫദ്ലി സരീരി അലാ സാഇരി തആം. അറബികളുടെ ഇടയിൽ ഏറ്റവും അവർക്ക് ആഗ്രഹമുള്ള, അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് സരീർ എന്ന് പറയുന്ന ഇറച്ചിയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭക്ഷണം. ആ ഭക്ഷണത്തിന് എത്രത്തോളം ഫദ്ലുണ്ടോ അതിനേക്കാളും ഫദ്ലാണ് എല്ലാ സ്ത്രീകളുടെ മേൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. നബി തങ്ങളുടെ ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം പുകഴ്ത്തി പറയുമായിരുന്നു, ഞാൻ എന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മനീരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മനീരും ഒന്നായിക്കൊണ്ടാണ് നബി തങ്ങൾ മരണപ്പെട്ടത്. എന്റെ വീട്ടിലാണ്, എന്റെ ദിവസമാണ്, എന്റെ മടിത്തട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു. ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറയാണ്, ഫഹൽ ഫൗക ദാലിക ഫഖ്റുൻ, ഇതിനേക്കാളും വലിയ ഒരു കാര്യം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ താഹിറയായ, ഈ പരിശുദ്ധിയായ, ഈ ഇത്രയും നല്ല രൂപത്തിൽ ജീവിച്ച തഖിയായ മുത്തഖിയത്തായ നമ്മുടെ ഉമ്മയെ കുറിച്ച് ആർക്കെങ്കിലും ഒരു ശക്ക് ഉണ്ടെങ്കിൽ, അവരുടെ ചാരിത്ര ചുറ്റിയിൽ ഒരു
പിന്നെ ഒരു സംശയം അവർക്കുണ്ടെങ്കിൽ അവരുടെ കുഫറിന്റെ വിഷയത്തിൽ നമുക്കൊരു സംശയം വേണ്ട. നമ്മുടെ ഉമ്മയെ കുറിച്ച് ആരെങ്കിലും വ്യഭിചാരോപണം നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ കുഫറിന് നമ്മൾ ഒരു സംശയം വേണ്ട. അല്ലെ, ഷിയാക്കൾ എന്ത് ചെയ്യാണ്? ഇന്നും നിസ്കാരത്തിൽ നമ്മുടെ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞു നടക്കുന്നത് പോലെ അവര് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ലഅനത്ത് പറഞ്ഞു നടക്കാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഅനത്ത് പറഞ്ഞു നടക്കാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ലഅനത്ത് പറഞ്ഞു നടക്കാണ്. ഇവരെ മുസ്ലിമുകളാണെന്ന് ആരും കെട്ടിപ്പോകരുത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വിഷയത്തിൽ ഒരു ശക്ക് ഉണ്ടെങ്കിൽ അവന്റെ കുഫറിൽ ഒരു ശക്കും വേണ്ടതില്ല. ഒന്നാമത്തെ ഗുണപാഠം അതാണ്. രണ്ടാമത്തെ ഗുണപാഠം ആയിഷ റളിയല്ലാഹു അൻഹയുടെ തഖ്വ നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ തവക്കുൽ നോക്ക്, അല്ലാഹുവിലുള്ള ആ തവക്കുൽ നോക്ക്. എത്ര ദൃഢമായുള്ള വിശ്വാസമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയിലുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രതിസന്ധി വരുമ്പോഴും എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉമ്മയുടെ മാതൃക പാലിക്കണം. അല്ലാഹു തആല കേട്ടതിനും പറഞ്ഞതിനുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീക്കും. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، يا أيها الناس اتقوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. نقول يعني أن سنتين നമ്മൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവന്റെ മുത്തഖീൻ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ കേട്ട സംഭവം വലിയ സംഭവമാണ്. ഈ സംഭവത്തിൽ കുറേ ഗുണപാഠങ്ങളുണ്ട്. അതിൽ കിട്ടുന്ന വേറൊരു ഗുണപാഠമാണ് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ഉമ്മ സൈനബ റളിയല്ലാഹു അൻഹ കാണിച്ചതുപോലെ, ഉസാമ റളിയല്ലാഹു അൻഹു കാണിച്ചതുപോലെ അവർക്ക് എന്ത് ചെയ്തു? ഇത്രയും കിട്ടിയ ചാൻസിൽ എന്തെങ്കിലും പറയാനല്ല, എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കാനല്ല, എപ്പോഴും പറയാൻ കാണിക്കണം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. നാവിനെ എപ്പോഴും സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ നന്മ പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാവാണ് നമ്മളെ എല്ലാ ഹലാക്കിലും കൊണ്ടെത്തിക്കുന്നത് എന്ന് വ്യക്തങ്ങൾ പറയാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ അല്ലാഹു തആല പറഞ്ഞു, തഹ്സബൂനഹു ഹയ്യന, നിങ്ങൾ ചെറിയ കാര്യമാണെന്ന് വിചാരിക്കുന്നു, വഹുവ ഇൻദല്ലാഹി അദീം, അല്ലാഹുവിന്റെ അടുക്കൽ അത് വലിയ കാര്യമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഒരു വാക്കല്ലേ എന്ന് വിചാരിക്കണ്ട. ചില ഒരു വാക്കായിരിക്കും ഒരാളെ 20,000 വർഷത്തോളം ഒരു കല്ലിട്ടാണ് എത്താത്ത നരകത്തിന്റെ അടിത്തട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ചില ഒരു വാക്കായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഉമ്മയുടെ ഹിജാബിനെ നമ്മൾ ശ്രദ്ധിച്ചോ? സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുമ്പോ അത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കേൾക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? വേഗം മുഖം മറച്ചു. അതല്ലേ നമുക്ക് മാതൃക? നമ്മുടെ ഉമ്മയിലാണ് നമുക്ക് മാതൃക. നമ്മൾ എന്ത് ചെയ്യണം? അന്യപുരുഷന്മാരുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ മുഖം മറക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു സ്ത്രീക്ക് അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും അഫ്ദലായ ഇബാദത്ത് അവരുടെ വീട്ടിൽ ഒതുങ്ങി കഴിയുക എന്നുള്ളതാണ്. ഒരു സ്ത്രീ വീട്ടിൽ ഒതുങ്ങി കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്താണ്. അന്യപുരുഷന്മാരിൽ നിന്ന് മുഖം മറക്കുക എന്നുള്ളത് അല്ലെ. അല്ലാഹു തആല വയദ്രിബന ഹൂരിഹിൻ അലാ ജുനൂബിഹിൻ എന്ന ആയത്ത് ഇറക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അതിനുശേഷം സ്ത്രീകളൊക്കെ കാക്കകളെ പോലെയായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. ഫുള്ള് മറിച്ചിട്ടാണ് നടക്കാറുള്ളത്. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സലഫുകൾ അങ്ങനെയായിരുന്നു നമുക്ക് മാതൃക കാണിച്ചു തന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അന്യപുരുഷന്മാരുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ മുഖം മറക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വേറൊരു വിഷയം ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അഫ്വിന്റെ പ്രാധാന്യതയാണ്. നമ്മൾ വിട്ടുവീഴ്ച നൽകണം. കാരണം ഇവിടെ പറയപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിലവിന് കൊടുക്കുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ആയിഷ റളിയല്ലാഹു അൻഹക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ വല്ലാഹി ഇനി ഒരു നഫഖത്തും ഒരു പൈസ പോലും ഞാൻ എന്ത് ചെയ്യില്ല, മിസ്തഹിന് കൊടുക്കൂല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ പറഞ്ഞതിന് അല്ലാഹു തആല പറയാണ്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വൽ മുഹാജിരീൻ ഫൽയഅഫു വൽയസ്ഫഹു. അല്ലേ, നിങ്ങളുടെ കയ്യിൽ സമ്പത്തുള്ള ആളുകൾ അവർ കൊടുക്കുന്ന ഫദ്ലിൽ നിന്ന് ഒന്നും കുറയ്ക്കരുത്, അത് പിൻവലിക്കരുത്. നിങ്ങൾക്ക് അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഫൽയഅഫു വൽയസ്ഫഹു, അവന് പുറത്തു കൊടുക്കണം എന്ന് അല്ലാഹു തആല പറയാണ്. കരീമും റഹീമുമായ അല്ലാഹു തആല പറയാണ്. ഇതിനേക്കാൾ വലിയ മുസീബത്ത് വേറെയുണ്ടോ? സ്വന്തം മകളുടെ വിഷയത്തിൽ ഇല്ലാത്തത് പറഞ്ഞ ഒരാൾക്ക് പിന്നെന്തിയാണ് മാസത്തിന് ചെലവ് കൊടുക്കുന്നതിനേക്കാളും വലിയൊരു അഫു വേറെ എന്തെങ്കിലും? നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ തെറ്റി, നമ്മളൊരു ചെറിയൊരു ഇടപാട് നടക്കുമ്പോൾ അതിനെ തെറ്റി നിൽക്കുക എന്നുള്ളത് എത്ര മോശമാണ്. അല്ലാഹു തആല പറയാണ്, വൽയഅഫു വൽയസ്ഫഹു, അവർക്ക് അത് പൊരുത്തപ്പെട്ടു കൊടുക്കുക. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ, നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക.
ഇങ്ങനെ കുറേ ഗുണപാഠങ്ങൾ നിറഞ്ഞ ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതിന്റെ ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾ എന്ത് ചെയ്യുക, മാറി ചിന്തിക്കുക. നിങ്ങൾ സ്വന്തത്തെ എന്ത് ചെയ്യുക, ഹിസാബ് നടത്തുക. നമ്മുടെ ഹിസാബ് നടത്തപ്പെടുന്നതിന് മുമ്പ്, നമ്മളെ വിചാരണ നടത്തപ്പെടുന്ന ദിവസം വരാനുണ്ട്. നാളെ എന്ത് ചെയ്യും, നമ്മൾ വിചാരണ ചെയ്യപ്പെടും. അതിനു മുമ്പ് എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തത്തെ വിചാരണ ചെയ്യുക. നമ്മൾ എത്ര ആയത്തുകൾ കേട്ടു, നമ്മൾ എത്ര ഹദീസുകൾ കേട്ടു, നമ്മൾ എത്ര പ്രസംഗങ്ങൾ കേട്ടു, നമ്മൾ എത്ര ഖുതുബകൾ കേട്ടു, എന്നിട്ട് നമ്മൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് ഉപകാരം കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ അത് നോക്കലാണ്, കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. പല ആളുകളും പ്രസംഗങ്ങളും ക്ലാസ്സുകളൊക്കെ എന്താണ്, നോക്കലാണ്. അയാൾ നേരെ പറയുന്നുണ്ടോ, അയാൾക്ക് അറിയുന്നുണ്ടോ, പറയാൻ അറിയുന്നുണ്ടോ എന്ന് നോക്കാനല്ലാതെ അതിൽ നിന്നൊരു ഉപകാരം എടുക്കാൻ അവന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ ഉപമ അല്ലാഹു തആല പറഞ്ഞതുപോലെ അവർക്ക് മലക്കുകളെ അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഇറക്കി അവരോട് മലക്കുകൾ ഡയറക്റ്റ് സംസാരിച്ചാലും, ഖബറിൽ നിന്ന് മരണപ്പെട്ടവർ എണീറ്റ് വന്ന് അവരോട് നേരിട്ട് സംസാരിച്ചാലും, അല്ലെങ്കിൽ അല്ലാഹു തആല എല്ലാ ഖിയാമത്ത് നാളിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും നേരിട്ട് കാണിച്ചാലും അവരെന്ത് ചെയ്യും, അതിന്റെ ഡിസൈനും അതിന്റെ ഭംഗിയും ആൾ പറയാൻ ഉഷാറാണോ എന്ന് നോക്കി പോകുന്നല്ലാതെ അവന്റെ ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ദിക്ർ കേൾക്കുമ്പോൾ, ഈ ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് പേടിക്കാൻ സമയമായിട്ടില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്. നീ ദുനിയാവിൽ ഏതുപോലെ നീ കഴിഞ്ഞുകൂടണം, ഒരു അപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ. പിന്നെ വാർത്ത കേട്ട് ആ ഒരു ഹദീസ് കേട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്, വൈകുന്നേരമായാൽ രാവിലെ കാത്തു നിൽക്കരുത്. നിങ്ങൾ രാവിലെ ആയാൽ വൈകുന്നേരത്തെ കാത്തിരിക്കരുത്. നിങ്ങളുടെ ജീവിതം എന്ത് ചെയ്യുക, മരണത്തിന് മുമ്പ് ഉപയോഗപ്പെടുത്തുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പുതിയ വർഷം, ഇനിയിപ്പോ ഒരു പുതിയ വർഷമാണല്ലോ വരാൻ പോകുന്നത്, മുഹറം 1. നമ്മൾ എന്ത് ചെയ്യുക, പുതിയ വർഷം പുതിയ പേജ് പോലെ നമ്മൾ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് കഴിഞ്ഞു പോയ പാപങ്ങളും തെറ്റുകളും എല്ലാ ദുഷ്സ്വഭാവങ്ങളും മാറ്റി പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീകും വജസാകുമുല്ലാഹു ഖൈറ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين